നമസ്കാരം, ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 11 ജനുവരി 2026 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. Q3 റിസൾട്ടുകൾ, ട്രംപ് താരിഫ് തുടങ്ങി പ്രധാനമായും ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും താരിഫുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്ത ആശങ്ക മൂലവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗ് മൂലവും മാത്രവുമല്ല ഉയർന്നു വന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന്റെ ഫലമായിട്ടും തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതിനെ തുടർന്ന് 2025 സെപ്റ്റംബർ 26 ശേഷം, അതായത് 3 മാസങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ വീക്ക്ലി ഇടിവ് നിഫ്റ്റിക്ക് നേരിടേണ്ടതായിട്ടും വന്നു. തൽഫലമായി കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുൻപേ തുടർച്ചയായ 2 ആഴ്ചകളിലെ നേട്ടങ്ങൾക്ക് ശേഷം നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസിൽ 2.45% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 2.55% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല, ഇന്ത്യ വിക്സും ഒരാഴ്ച കൊണ്ട് തന്നെ 10% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയും ഉണ്ടായത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റിനും യൂറോപ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രവുമല്ല, ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും പോയിന്റുകളൊന്നും ചോർന്നു പോവുകയും ഉണ്ടായില്ല. 24 പോയിന്റിന്റെ നേട്ടമാണ് ഗിഫ്റ്റ് നിഫ്റ്റി ശനിയാഴ്ച വെളുപ്പിന് 2:45 വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ രേഖപ്പെടുത്തുകയും ഉണ്ടായത്. എന്നിരുന്നാൽ കൂടിയിട്ടും നാളത്തെ ഓപ്പണിംഗ് ലെവൽ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുക Q3 റിസൾട്ടുകളുടെ പ്രതിഫലനങ്ങൾ തന്നെയായിരിക്കും. കാരണം ഈ വരുന്ന ആഴ്ചയിൽ പ്രധാനപ്പെട്ട ജയന്റ് സ്റ്റോക്കുകളായ TCS, ഇൻഫോസിസ്, വിപ്രോ, റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICIC ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ റിലീസിനായിട്ട് ലൈനപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഇവയുടെ റിസൾട്ടുകളുടെ പ്രതിഫലനം തന്നെയായിരിക്കും ഏറ്റവും വലിയ രീതിയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായതിനാൽ തന്നെ ഇവയുടെ റിസൾട്ടുകളൊക്കെ തന്നെ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അവയിൽ പ്രധാനമായിട്ടും CPI ഇൻഫ്ലേഷൻ ഡാറ്റ, WPI ഇൻഫ്ലേഷൻ ഡാറ്റ, ട്രേഡ് ബാലൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് തുടങ്ങിയവയുടെ റിലീസ് വരാൻ പോകുന്ന ആഴ്ചയിലായതിനാൽ തന്നെ ഈ ഡാറ്റകളുടെ റിസൾട്ടും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്യാം. കൂടാതെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ലൈനപ്പ് ചെയ്തിട്ടുള്ള ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായും ചൊവ്വാഴ്ച US-ൽ നിന്നും ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. 14-ാം തീയതി ബുധനാഴ്ച US-ൽ നിന്നും PPI ഡാറ്റയുടെ റിസൾട്ടും റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെയും എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെയും റിലീസ് ഉണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ഓരോ ഇവന്റുകളും എടുത്തെടുത്ത് പറയുന്നില്ല. അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും മെൻഷൻ ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ സർപ്രൈസ് ആയിട്ട് US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ മുകളിൽ 500% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം ഇന്ത്യൻ മാർക്കറ്റിനെ കുലുക്കിമറിക്കുക തന്നെയുണ്ടായി. അതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൽ പ്രകടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ട്രംപ് കാലഘട്ടത്തിലെ താരിഫുകളുടെ നിയമസാധുതയെക്കുറിച്ചുള്ള US സുപ്രീം കോടതിയുടെ വിധിയെ ചുറ്റിപ്പറ്റിയുള്ള സംഭവവികാസങ്ങൾ ആഗോള വിപണിയും ഉറ്റുനോക്കുന്നതിനാൽ തന്നെ ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട് വരുന്ന ഡെവലപ്മെന്റ്സുകൾ ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും തലകീഴായി മറിക്കുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ്സുകളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വീക്കെൻഡില് US-ന്റെ ഭാഗത്ത് നിന്നും വെനസ്വേലയ്ക്ക് എതിരെ നടത്തിയ നടപടികളെ തുടർന്നുണ്ടായ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസില് അയവ് ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ പ്രതിഫലനം മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യത്തിലും നിലനിൽക്കുന്നതിനാൽ തന്നെ ആഗോള മാർക്കറ്റിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മാർക്കറ്റ് കടന്നു പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് അയവ് വരികയോ ഇനി അതെല്ലാം മറിച്ച് വർദ്ധിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. കഴിഞ്ഞ ആഴ്ചയിലുടനീളം എല്ലാ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടരുക മാത്രമല്ല സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. വെള്ളിയാഴ്ചയും അവർ സെല്ലിംഗ് തുടരുകയുണ്ടായി. ഈ മാസം ആകെ 2-ാം തീയതി ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ 7 ട്രേഡിംഗ് സെഷനില് 6 ട്രേഡിംഗ് സെഷനിലും അവർ സെല്ലിംഗ് തുടരുക തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ ആക്ഷൻസും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡൊമസ്റ്റിക് മാർക്കറ്റിലുണ്ടായ വീക്ക്നെസ്സിനെ തുടർന്നും തുടർച്ചയായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടരുന്നതിനാലും ആഴ്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ
വന്നപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി വീണ്ടും 90 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ പ്രകടനം നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തി പ്രാപിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഓയിലിന്റെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി മാറും. നേരെ മറിച്ചാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും ദുർബലപ്പെടുത്താൻ ശക്തി പകരുക തന്നെ ചെയ്യും. അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിലവിൽ നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMA-കളുടെയും മാത്രമല്ല മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50 ഡേ EMA-യും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലുകൾക്ക് താഴെയായിട്ടാണ് വെള്ളിയാഴ്ചയും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുകയും ഉണ്ടായത്. മാത്രമല്ല നിലവിൽ നിഫ്റ്റി അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജായ 100 ഡേ EMA-യുടെ തൊട്ടു മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ വരാൻ പോകുന്ന ആഴ്ചയിൽ 25,619 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 100 ഡേ EMA നിലകൊള്ളുന്നതും. തുടർന്ന് 25,318 എന്ന ലെവലും ഡൗൺ സൈഡിലേക്ക് അതിപ്രധാനമാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 2025 നവംബർ മാസത്തിലെ സ്വിംഗ് ലോ നിലകൊള്ളുന്നതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. അതേസമയം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ട് ഒരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,950 എന്ന ലെവലും തുടർന്ന് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് Q3 റിസൾട്ടുകൾ കമ്പനി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പ്രോഫിറ്റിൽ 18.3% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 13.3% വർധനവ് രേഖപ്പെടുത്തി. MTAR ടെക്, ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് യൂറോപ്പ് 0.66% വരുന്ന സ്റ്റേക്ക് കമ്പനിയിൽ സ്വന്തമാക്കുകയുണ്ടായി. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് 35 രൂപ per ഷെയർ എന്ന നിലയിൽ കമ്പനി ഇൻട്രീം ഡിവിഡന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. ജനുവരി 17, 2026 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. പ്രോട്ടീൻ ഇഗൌൺ ടെക്നോളജീസ് എത്യോപ്യ അഗ്രികൾച്ചർ DPO പ്രൊജക്ടിനായി 25 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. റാനെ മദ്രാസ് ലിമിറ്റഡ് 7.61 കോടി രൂപയുടെ എക്സ്പെൻസ് ഡിസലവൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടാക്സ് ഷോക്കോസ് നോട്ടീസ് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. പ്രതാപ് സ്നാക്സ് ജനുവരി 17 കമ്പനിയുടെ Q3 റിസൾട്ടുകൾ അപ്രൂവ് ചെയ്യാനായിട്ടുള്ള ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ധ്രുവ് കൺസൾട്ടൻസി സർവീസസ് 4.59 കോടി രൂപ പദ്ധതി മൂല്യം വരുന്ന മഹാരാഷ്ട്രയിലെ 4-വരി പാതയ്ക്കായുള്ള NHAI പദ്ധതിക്ക് കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.